നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യവിമുക്തമായ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ചലച്ചിത്ര നടി KPSC ലളിത. ആര്യങ്കാവ് കഴുതുരുട്ടി സർക്കാർ LP സ്കൂളിൽ അധ്യാപകരില്ല. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സന്ദർശനം. പൂർത്തിയാക്കിയ കരാർ ജോലികളുടെ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അച്ചൻകോവിലിൽ വനം വകുപ്പ് കരാറുകാരന്റെ നിരാഹാരം തുടങ്ങി. പാചകവാതക കമ്പനികളുടെ പേരിൽ വീടുകളിലെത്തി വ്യാജ പരിശോധന നടത്തുന്ന സംഘം സജീവം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. പുനലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ. TB ജംഗ്ഷനിൽ ഒരു സംഘം ആളുകൾ SIയെ തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിന്നീട് സങ്കീർണമായത്. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥ ഉണ്ടായതോടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് പുനലൂർ നഗരത്തിലും തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും സംഘർഷം വ്യാപിച്ചത്. TB ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറെ പുനലൂർ SI കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകൾ നഗരത്തിൽ SIയെ തടഞ്ഞുവെച്ചിരുന്നു. ഇവിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. തുടർന്ന് SIയും പോലീസുകാരും മടങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ പോലീസും പ്രവർത്തകരുമായി വാക്കേറ്റവും കയ്യേറ്റ ശ്രമവും ഉണ്ടായി. ഇതിനിടെ പോലീസ് പലവട്ടം ലാത്തി വീശി. പ്രവർത്തകരെ ഓടിച്ചിട്ട് മർദ്ദിച്ചു. ഇടയ്ക്കിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ കല്ലേറുണ്ടായി. പോലീസ് പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലി. തുടർന്ന് കൂടുതൽ പ്രവർത്തകരും പോലീസും സംഘടിച്ചതോടെ നഗരവും സ്റ്റേഷൻ പരിസരവും യുദ്ധക്കളമായി.
പുനലൂർ, പത്തനാപുരം, കുന്നിക്കോട്, തെന്മല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയതോടെ രംഗം കൂടുതൽ വഷളായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാഴാഴ്ച നഗരത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാത്രി വൈകിയും സ്റ്റേഷന് മുന്നിൽ സംഘർഷം തുടരുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മദ്യവിമുക്തമായ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ചലച്ചിത്ര നടി KPSC ലളിത അഭിപ്രായപ്പെട്ടു. പത്തനാപുരം ഗാന്ധി ഭവനിൽ ലഹരി വിരുദ്ധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മദ്യവിപത്തിനെതിരെ മനമുരുകി പ്രാർത്ഥിച്ച കുടുംബങ്ങൾ നിരവധിയാണെന്ന് KPSC ലളിത ചൂണ്ടിക്കാട്ടി. സാഹിത്യകാരൻ ചുനക്കര ജനാർദ്ദനൻ നായർ അധ്യക്ഷനായി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ബാബു ഉമാശ്ശേരി, ഡോക്ടർ സുശാന്ത്, PS അമൽരാജ്, ഗാന്ധിഭവൻ സെക്രട്ടറി വിജയൻ ആമ്പാടി, K ഉദയകുമാർ, ചലച്ചിത്രതാരം പാലാതങ്കം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് കഴുതുരുട്ടി സർക്കാർ LP സ്കൂളിൽ അധ്യാപകരില്ല. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് വന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ സ്കൂളിൽ സന്ദർശനം നടത്തി. 110 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആകെയുള്ളത് പ്രഥമാധ്യാപകൻ മാത്രം. ഇക്കാരണത്താൽ സ്കൂളിൽ ക്ലാസുകളൊന്നും നടക്കുന്നില്ല. ഇക്കൊല്ലം 24 കുട്ടികൾ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയിരുന്നു. സർക്കാരിന്റെ പുതിയ നയം നിലവിൽ വന്നതോടെ താൽക്കാലിക അധ്യാപകരെ പോലും നിയമിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാറിന് അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു കുറ്റവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് സാറിന് ഞങ്ങൾ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളും ഇതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ സ്കൂളിൽ സന്ദർശനം നടത്തി. രക്ഷിതാക്കളുമായും പ്രഥമാധ്യാപകനുമായും അദ്ദേഹം ചർച്ച നടത്തി. ബന്ധപ്പെട്ട അധികാരികളെ നേരിൽ കണ്ട് സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സഞ്ജയ് ഖാൻ ഉറപ്പു നൽകി. ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് ഞങ്ങൾ ഒരു അധ്യാപക ബാങ്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ അധീനതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കി ആ അധ്യാപക ബാങ്കിൽ ക്വാളിഫൈഡ് ആയ നമ്മുടെ പഞ്ചായത്തിലുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഷോർട്ടേജ് ഉള്ള സ്കൂളുകളിലേക്ക് അവരെ പോസ്റ്റ് ചെയ്ത് തൽക്കാലം പഞ്ചായത്ത് തന്നെ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കാൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ച, അതായത് ഇപ്പം ഈ ആഴ്ച തീരുവല്ലേ, ബുധൻ ആയി, നാളെ ബുധൻ, വ്യാഴം, വെള്ളി, ഈ വരുന്ന ആഴ്ച ഫസ്റ്റിലെ ഗ്രാമപഞ്ചായത്ത് തന്നെ നടപടിയെടുത്തുകൊണ്ട് ഈ ബാങ്കിൽ നിന്ന് ഈ പ്രദേശത്തുള്ള ക്വാളിഫൈഡ് ആയ അധ്യാപകരെ അവര് തന്നെ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഈ സ്കൂളുകളിൽ പോസ്റ്റ് ചെയ്യാൻ നടപടി. അതിപ്പോ തന്നെ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അത് ഇനി ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ചിതറയിൽ മണ്ണ് മാഫിയ സംഘം ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം. ഒരു വിഭാഗം തൊഴിലാളികൾ പണിമുടക്കി പ്രകടനം നടത്തി. തിങ്കളാഴ്ച രാത്രിയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറെ ഭൂമാഫിയ സംഘം ആക്രമിച്ചത്. രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഡ്രൈവർ പ്രദേശത്ത് വയൽ നികത്തുന്നത് കണ്ട് ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്ന് ചിതറ സ്വദേശി സനോഫറിനെയാണ് മണ്ണ് മാഫിയ സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണിമുടക്കി പ്രകടനം നടത്തിയത്.
ആക്രമണത്തിൽ പ്രദേശത്തെ ഒരു കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന് ആരോപണമുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിച്ചു. ചിതറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുള്ളിക്കാട് ജംഗ്ഷനിലെത്തി തിരികെ ചിതറയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മഴക്കെടുതിയിൽ വീടും കൃഷിയിടവും നശിച്ചവർക്ക് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന് പരാതി. തെന്മല ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് പരാതിക്കാർ. കിഴക്കൻ മലയോര മേഖലയിലെ ഇടമൺ, തെന്മല, ആര്യങ്കാവ്, കഴുതുരുട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ പരാതി ഉയരുന്നത്. പ്രദേശത്ത് മിക്കവരും റോഡ്, റെയിൽവേ പുറമ്പോക്ക് നിവാസികളാണ്. കിടപ്പാടവും കൃഷിയും നശിച്ചവർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കാത്തത്. ഓട ഇടിഞ്ഞ് വീണ് കംപ്ലീറ്റ് മണ്ണ് റെയിൽവേയുടെ ഓട അടച്ചത് കാരണം കംപ്ലീറ്റ് മണ്ണും കല്ലും ഞങ്ങളുടെ പുരയിടം നിറയുക ചെയ്തു. പിന്നെ വീടി കെട്ടിന് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി. വീടി തന്നെ അങ്ങനെ പോയിട്ട് ഒരു 50,000 രൂപയ്ക്ക് മേലുള്ള വീടി ഇടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കൃഷിയെല്ലാം കൂടെ 10,000 രൂപയ്ക്ക് പോയിട്ടുണ്ട്. സജീവ സ്ഥലം പാട്ടത്തിനടുത്ത് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു. അതിങ്ങനെ മണ്ണ് എൻ്റെ ഇന്ത്യയുടെ പുറത്തുകൂടെ വീണെല്ലാം നശിച്ച് അങ്ങനെ വൻ നാശനഷ്ടം ഉണ്ടായി. ഞാൻ പരിശീലിച്ചെടുത്താണ് ഇത് ചെയ്തത്. പട്ടയഭൂമിയിലുള്ളവർക്ക് മാത്രമേ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകാനാകൂ എന്ന നിലപാടിലാണ് വില്ലേജ് അധികൃതർ. എന്നാൽ നഷ്ടം സംഭവിച്ചവർക്ക് സഹായത്തിന് ജനപ്രതിനിധികളും എത്തുന്നില്ലെന്ന് ആരോപണമുണ്ട്. പലരും പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. പാചകവാതക കമ്പനികളുടെ പേരിൽ വീടുകളിലെത്തി വ്യാജ പരിശോധന നടത്തുന്ന സംഘം സജീവമാകുന്നു. ഇത്തരം പരിശോധനകൾക്ക് ഏജൻസികൾക്കോ പാചകവാതക കമ്പനികൾക്കോ പങ്കില്ലെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. വ്യക്തമായ തിരിച്ചറിയൽ കാർഡോ മറ്റു രേഖകളോ ഇല്ലാതെ വരുന്ന പരിശോധകരെ സൂക്ഷിക്കണം. ഓണക്കാലമായതോടെയാണ് തട്ടിപ്പ് സംഘം സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മേഖലയിൽ സമാനമായ തട്ടിപ്പ് നടന്നിരുന്നു. വീട്ടിലെത്തുന്ന സംഘം ഗ്യാസ് സ്റ്റൌവിന്റെ ഗുണമേന്മ നോക്കാനെത്തിയതാണെന്നും സ്റ്റൌവിന്റെ ഭാഗങ്ങൾ ഗുണമേന്മ ഇല്ലെന്നും തകരാറുണ്ടെന്നും പറഞ്ഞ് മാറ്റിവെക്കുകയും ഇവർ നൽകുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഘങ്ങൾ മോഷണവും നടത്താറുണ്ടത്രേ. വ്യക്തമായ തിരിച്ചറിയൽ കാർഡുകൾ നൽകിയാണ് പാചകവാതക കമ്പനികൾ പരിശോധകരെ അയക്കാറുള്ളത്. എന്നാൽ തട്ടിപ്പു സംഘങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാകില്ല. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പൂർത്തിയാക്കിയ കരാർ ജോലികളുടെ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് കരാറുകാരൻ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹ സമരം തുടങ്ങി. അച്ചൻകോവിൽ വനം ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സമരം. നിരാഹാര സമരം CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം അച്ചൻകോവിൽ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ 5 തോട്ടങ്ങളിലെ തൊഴിൽ ചെയ്ത് പണി പൂർത്തീകരിച്ചിട്ടും ഇവിടെ വന്ന ഫണ്ട് ഈ വർക്ക് ചെയ്ത കോൺട്രാക്ടർക്ക് നൽകാതെ പുതിയതായി ആരംഭിച്ച വർക്കുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മാറിപ്പോയൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൺവീനർ ജോലി അടക്കമുള്ള ജോലികൾ ചെയ്ത് ആ തുക ഈ വർക്ക് ചെയ്ത വഴി ലഭിക്കാതെയും മറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്തതും ഈ അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ്. ഇവിടെ പ്രസാദും അതോടൊപ്പം MK രാജനും അതിനുശേഷമുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കൺവീനർമാർ അവർ ഈ പ്രദേശത്തെ വന ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ വനത്തിൽ ജോലി ചെയ്യുകയും അവസാനം ആ പണം കൃത്യസമയത്ത് ലഭിക്കാതെ കടം വാങ്ങിയ പൈസ പോലും തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ കിടപ്പാടം വരെ വെറ്റ് പെരുവഴിയിലിറങ്ങേണ്ട സാഹചര്യവും ഇവിടെ ഈ പ്രദേശത്ത് നടന്ന ഇപ്പോഴത്തെ സ്ഥിതിയും അതുതന്നെയാണ്. ഈ സത്യാഗ്രഹം ഇവിടെ ആരംഭിക്കുമ്പോഴും ഇവിടുത്തെ ഡിവിഷന്റെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കൺവീനർമാരടക്കമുള്ളവര് അവർ മരിച്ചു, ആത്മഹത്യ ചെയ്ത പലരുണ്ടെങ്കിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഈ പ്രദേശത്തെ കൺവീനർമാരടക്കമുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 20 ദിവസമായി വനം കരാറുകാരൻ വി അച്ചൻകുഞ്ഞ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിവരികയാണ്. എന്നാൽ സമരത്തിന് പരിഹാരം കാണുന്നതിന് സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കരാറുകാരൻ നിരാഹാര സമരത്തിലേക്ക് കടന്നത്. പൂർത്തീകരിച്ച വിവിധ ജോലികളിൽ നിന്ന് 1 കോടിയിൽ പരം രൂപ കിട്ടാനുണ്ടെന്ന് കരാറുകാരൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ഭാഗമായി പത്തനാപുരത്ത് ബോധവൽക്കരണ പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പരിശീലനം പ്രസിഡന്റ് ആശാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായാണ് പുനലൂർ നഗരസഭയിലെയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെയും നീർത്തട പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണം ഉപജീവന മാർഗമാക്കിയ കർഷകർക്കും സ്വയം സഹായ സംഘങ്ങൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലായിരുന്നു പരിപാടി. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈൻകുമാർ ആധുനിക കൃഷിരീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. മൃഗസംരക്ഷണ മേഖലയിൽ നടപ്പാക്കേണ്ട ആധുനികവൽക്കരണം, കൃഷിരീതികൾ, ആട്, താറാവ്, ഇറച്ചിക്കോഴി, ബ്രോയിലർ താറാവ് വളർത്തൽ, ഇവയുടെ പരിപാലനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു.
സംസ്ഥാനത്ത് മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട ഐഷ ഉമ്മാളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാർഷിക രംഗത്തെ തന്റെ വിജയ രഹസ്യത്തെപ്പറ്റി ഐഷ ഉമ്മാൾ ചടങ്ങിൽ വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ RS ബീന ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കിരൺ കെ കൃഷ്ണ, ജി രാധാമോഹൻ, ബിന്ദുമോൾ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സൌമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മഴക്കാലത്ത് മുട്ടപ്പം വെള്ളം കയറുന്ന റോഡിൽ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചീതറ ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി കൊച്ചുതോട്ടമുക്ക് സ്വദേശികൾ. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. റോഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മതിലു കെട്ടിയതാണ് വെള്ളക്കെട്ടിന് കാരണം. മുൻപ് ഇതുവഴി മഴവെള്ളം ഒലിച്ചു പോകുന്ന ഒരു ചാലുണ്ടായിരുന്നു. മതിൽ കെട്ടിയതോടെ ഇതില്ലാതായി. ഇതേ തുടർന്ന് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളം നിറയും. സമീപത്തെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി പതിവായി കടന്നു പോകാറുള്ളത്. പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യമുയർത്തി. ഇത് ചീറ പഞ്ചായത്തിന്റെ ഐരക്കുഴി വാർഡിലെ കണ്ണങ്കോട് കൊച്ചുതോട്ടമുക്ക് റോഡാണ്. ഈ റോഡിൽ കണ്ണങ്കോട് സ്കൂളിലേക്ക് പോകുന്ന 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടും, അതുപോലെ വാഹനം ഇവിടെ വച്ചിട്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അണ്ടി ഓഫീസിലേക്ക് പോകാൻ വരുന്ന സ്ത്രീകൾക്ക് യാതൊരു കാരണവശാലും നടക്കാൻ വയ്യ. ഇതിൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ഈ മതിലിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെ നേരത്തെ ചെന്ന് 2 ഇഞ്ചിൻ്റെ ഈ 2 പൈപ്പ് വെച്ചിട്ട് ഈ വെള്ളം കടത്തിവിടുന്നതിനുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. പഞ്ചായത്ത് അധികൃതരും ഇത് കണ്ടിട്ടൊന്നും നടിക്കാതിരിക്കുകയാണ്. ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. നമുക്ക് ശരിയാക്കിയാലേ പറ്റുള്ളൂ. കൊച്ചുങ്ങളും കുട്ടികളും പോണതാണ്. നിങ്ങൾ എന്നും ഒന്നും ഇവിടെ ശരിയാക്കാന്ന് വാർഡ് മെമ്പർ പറയുന്നല്ല, ഇന്നുവരെ ശരിയാക്കിയിട്ടില്ല. ശരിയാക്കി കൃത്യമായിട്ട് ശരിയാക്കി 1 മാസത്തിനപ്പുറത്ത് ശരിയാക്കി തരണം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച +2 ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. സയൻസ് ബാച്ചാണ് പുതുതായി തുടങ്ങിയത്. സ്കൂൾ മാനേജർ PK മോഹനൻപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദേവിവിലാസം സ്കൂളിന്റെ അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് പുതിയ +2 ബാച്ച് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഹായവും റെക്കമെൻഡേഷൻ ലെറ്ററും ഒക്കെ അവരെ നേരിൽ കാണുകയും നേരിൽ കണ്ട് അവർ സംഘടിപ്പിക്കുകയും MLAയോടൊപ്പം അതിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെത്തി അത് വേണ്ട രീതിയിൽ അപേക്ഷ സമർപ്പിക്കുകയും നമ്മൾ ഓഫീസിൽ ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അത് ലഭിച്ചില്ല. അതിനുശേഷം ഒരു റൂമില്ല. അവരുടെ കൂടെ ഇപ്പോൾ സഹകരിച്ചു. ഇപ്പോൾ അതിന് വേണ്ടുന്ന സലഹങ്ങൾ ഒരുക്കി അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രയത്നിച്ചു. അതല്ലാതെ ഈ ഹയർ സെക്കൻഡറി സംവിധാനവുമായി ഭരണസമിതിയുടെ അംഗമെന്നുള്ള രീതിയിൽ, ഇപ്പോഴത്തെ മാനേജർ എന്നുള്ള രീതിയിൽ ഞാനൊരു പങ്കും വഹിച്ചിട്ടില്ല. തലവൂർ തൃക്കുന്നമ്പർകോട് ദേവസ്വം സെക്രട്ടറി T ജയപ്രകാശ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ B സതീഷ് കുമാർ, K സജികുമാർ, അനീഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി വേണുഗോപാൽ, പ്രിൻസിപ്പൽ P വത്സല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടക്കൽ ചിങ്ങേല് കേന്ദ്രമാക്കി ജീവകാരുണ്യ സംഘടന രൂപീകരിച്ചു. ദയ ട്രസ്റ്റ് ഫോർ ചാരിറ്റി എന്ന പേരിലാണ് സംഘടന രൂപീകരിച്ചത്. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 31-ന് മുല്ലക്കര രത്നാകരൻ MLA ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് സഹായ വിതരണവും കടക്കൽ, കുമ്മിൽ, ഇട്ടിവ, ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഉൾപ്പെട്ട നിർധനരായ 100 പേർക്ക് ഓണക്കിറ്റുകളും ബെഡ്ഷീറ്റുകളും വിതരണം ചെയ്യും. പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ട്രസ്റ്റ് ചെയർമാൻ M നിസാർ ഖാൻ, ട്രഷറർ അജിത് കുമാർ, സെക്രട്ടറി S മുഹമ്മദ് ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കടങ്ങളുടെ പരിസര പ്രദേശങ്ങളായിട്ടുള്ള മുഴുവൻ അശന്മാരായിട്ടുള്ള സാധാരണക്കാർ, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർ, അതുപോലെ പഠിക്കാൻ വളരെ മിടുക്കരായി പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമില്ലാതെ കടന്നു മുടങ്ങി കിടക്കുന്ന കുട്ടികൾ, അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവരും സഹായം, സാമ്പത്തികമായി പറ്റുന്ന സഹായങ്ങൾ നമ്മളുടെ ട്രസ്റ്റിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള സഹായം നമുക്ക് ആളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, ഇത്തരത്തിൽ പരമാവധി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്നാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യവിമുക്തമായ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ചലച്ചിത്ര നടി KPSC ലളിത. ആര്യങ്കാവ് കഴുതുരുട്ടി സർക്കാർ LP സ്കൂളിൽ അധ്യാപകരില്ല. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ സന്ദർശനം. പൂർത്തിയാക്കിയ കരാർ ജോലികളുടെ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അച്ചൻകോവിലിൽ വനം വകുപ്പ് കരാറുകാരന്റെ നിരാഹാരം തുടങ്ങി.
പാചകവാതക കമ്പനികളുടെ പേരിൽ വീടുകളിലെത്തി വ്യാജ പരിശോധന നടത്തുന്ന സംഘം സജീവം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.